ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങൾ രൂക്ഷമായി നിലനിൽക്കുന്ന സമയത്ത് പലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയ്ക്ക് മുന്നോടിയായാണ് ഏകോപിത നീക്കം. ഈ നീക്കത്തിലൂടെ ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികളിലും വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ വിപുലീകരണത്തിലും വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്കും അറുതി വരുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച UK പ്രധാനമന്ത്രിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരാണ് പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഈ പ്രഖ്യാപനത്തിലൂടെ ഈ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിനുള്ള ശാശ്വത പരിഹാരം എന്ന നിലയിലാണ്. ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള ആക്കം പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ഈ അംഗീകാരത്തിന്റെ ലക്ഷ്യം. പലസ്തീൻ എന്ന രാജ്യം സ്വതന്ത്രമാകുന്നതോടെ ഇസ്രായേലിനും സ്വതന്ത്രവും സമാധാനവും കൊണ്ടുവരണമെന്നും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നു. നിലവിൽ ഈ 3 രാജ്യങ്ങളാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടുള്ളൂവെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഫ്രാൻസും ഇതേ പാത പിന്തുടരുമെന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ ലക്സംബർഗ്, മാൾട്ട തുടങ്ങിയ മറ്റു രാജ്യങ്ങളും പാലസ്തീന്റെ അംഗീകാരം ഔപചാരികമാക്കാനുള്ള പദ്ധതികൾ ആലോചിച്ചു വരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കി അംഗീകരിച്ചുകൊണ്ട് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ഫലസ്തീനികൾക്കും ഇസ്രായേലികൾക്കും സമാധാന പ്രതീക്ഷ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ദ്വിരാഷ്ട്ര പരിഹാരത്തിനുമായി യുണൈറ്റഡ് കിങ്ഡം പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു എന്നാണ്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തങ്ങളുടെ നിലപാട് അറിയിച്ചു. കാനഡ പലസ്തീനെ അംഗീകരിക്കുകയും പലസ്തീനും ഇസ്രായേലിനും സമാധാനപരമായ ഭാവി വാഗ്ദാനം ചെയ്യുന്നതിൽ ഞങ്ങളുടെ പങ്കാളിത്തം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. ദ്വിരാഷ്ട്ര പരിഹാരം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഏകോപിത അന്താരാഷ്ട്ര ശ്രമത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയ സ്വതന്ത്രവും പരമാധികാരപരവുമായ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു എന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞത്. എന്നാൽ ഈ തീരുമാനങ്ങളൊന്നും അംഗീകരിക്കാനാവാതെ അമേരിക്കയും ഇസ്രയേലും UK, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ നിലപാടിനെ എതിർക്കുകയാണ് അമേരിക്ക ചെയ്തത്. മാത്രവുമല്ല, ചർച്ചയിലൂടെ സമാധാന കരാറിലെത്താനുള്ള ശ്രമത്തെയും അമേരിക്ക തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ പലസ്തീന് രാഷ്ട്രപദവി നൽകിയ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിയത്. പാലസ്തീനെ അംഗീകരിച്ച UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് മുന്നറിയിപ്പ്. ഈ രാജ്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. സ്വതന്ത്ര പാലസ്തീൻ എന്നത് യാഥാർത്ഥ്യമാകില്ലെന്നും വെസ്റ്റ് ബാങ്ക് കുടിയേറ്റം തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനമെന്നും നെതന്യാഹു പറഞ്ഞു. നിങ്ങൾ ഈ നിലപാടിലൂടെ ഭീകരവാദത്തിന് വലിയൊരു സമ്മാനം നൽകുകയാണ്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പാലസ്തീൻ എന്ന രാജ്യം ഉണ്ടാകില്ല. ഒരു ഭീകര രാഷ്ട്രം നിർബന്ധിച്ചടിച്ചേൽപ്പിക്കാനുള്ള പുതിയ ശ്രമത്തിന് US-ൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മറുപടി നൽകുമെന്നാണ് നെതന്യാഹു പ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങളും US-ന്റെ മുഖ്യ സഖ്യകക്ഷികളും പലസ്തീനും രാഷ്ട്രപദവി അംഗീകരിച്ച ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു. ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് ഇന്നലെ പ്രഖ്യാപനം നടത്തിയത്. ഇന്ന് UN പൊതുസഭ വാർഷിക സമ്മേളനത്തിൽ ഫ്രാൻസ്, ബെൽജിയം, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫ്രാൻസിൽ ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ലംഘിച്ച് ഇന്ന് ടൗൺ ഹാളിൽ പലസ്തീൻ പതാക ഉയർത്താൻ ഒട്ടേറെ മേയർമാർ ശ്രമിച്ചിട്ടുമുണ്ട്. ലോകരാജ്യങ്ങൾ പലസ്തീൻ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നൊരു തീരുമാനമെടുത്താൽ ഇസ്രായേലിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ ഇടയുണ്ടോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.